അപ്പോൾ എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാ ദിവസവും ചെടി വന്ന് നോക്കും. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ വാട്ടർ പോപ്പിയുടെ ബേസും വല്ലാതെ അങ്ങോട്ട് ഇരിക്കുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം, ഇന്ന് ആ പരിപാടിയാണ്. പിന്നെ അതിന് മുന്നായിട്ട് ഈ വാട്ടർ പോപ്പിൽ നിറച്ച് പൂ പിടിക്കുമായിരുന്നു കേട്ടോ, അപ്പോൾ ഇപ്പോൾ പൂവൊന്നും വരുന്നില്ല. ആ ബേസിൽ ഇപ്പോൾ നമ്മുടെ വിരുന്നുകാരെന്ന് പറയുന്നത് പുറത്തെ കിളികളാണ് വന്ന് കുളിക്കലാണ് ഇപ്പോൾ പരിപാടി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചീത്തയായിട്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, ബാ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പോപ്പി ഇട്ട് വെച്ചിരിക്കുന്ന ബേസൻ. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ വിരുന്നുകാരെന്ന് പറയുന്നത് നമ്മുടെ കിളി വന്ന് ഇങ്ങനെ കുളിക്കലാണ് പരിപാടി. ഈ ഒരു തൊപ്പിക്കിളിയുണ്ട്, ഒന്നല്ല കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്ന് കുളിക്കലാണ്. അപ്പോൾ കലക്കി വെച്ചിട്ട് പോവും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർ പോപ്പി ഇരിക്കുന്നത്. ഇപ്പോൾ പൂവൊന്നും പിടിക്കുന്നില്ല. ഇതിന് മുന്നേ ഇതിനകത്ത് മീനുണ്ടായിരുന്നു കേട്ടോ, മീനൊക്കെ ചത്തുപോയി. ഇനിയിപ്പം എനിക്ക് കുറച്ച് മീൻ ഇടണമെന്നുണ്ട്. ഒന്ന് കെയർ ചെയ്ത് നല്ല വൃത്തിയാക്കി ഒന്ന് എടുക്കണം. ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ആദ്യത്തെ പരിപാടി ക്ലീൻ ചെയ്യലാണ് കേട്ടോ. പാലൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ പൂവും പിടിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വാട്ടർ പോപ്പിയുടെ അവസ്ഥ. അപ്പോൾ നമ്മുടെ വാട്ടർ പോപ്പിനെ ഞാൻ അകത്തോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഇപ്പോൾ കുറവാണ്. നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യൽ പരിപാടിയാണ്. ഇവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ വൃത്തിയാക്കി ബേസിൻ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൽ മാത്രമേ നമ്മൾ വാട്ടർ പോപ്പി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന് ഞാനിപ്പോൾ ഒരു ചട്ടിയിലോട്ട് കുറച്ച് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ മണ്ണില് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളിച്ചോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ സാധനമാണ് ഈ വാട്ടർ പോപ്പിയൊക്കെ. അപ്പൊ നമുക്കിത് ഇനി ഇതിനകത്ത് ഇറക്കി വെക്കണം. അപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നേരത്തെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ നമുക്ക് കുറച്ച് മീനും കൂടെ ഒന്ന് വേണം. അപ്പൊ അത് വാങ്ങിക്കാൻ പോവാട്ടോ ഇത്തിരി കഴിയുമ്പോൾ. ഇത് നമ്മളിപ്പോ ക്ലീൻ ചെയ്ത് വെച്ച് ഇനി നമുക്ക് അടുത്ത ബാൽക്കണി കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നമുക്ക് മീൻ മേടിക്കാൻ പോവാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിക്കാം നമുക്ക്. കാരണം നിറഞ്ഞ് നിൽക്കണം, ഇങ്ങനെ ഇല ഇങ്ങനെ നിറച്ച് കിടക്കണം. ഇതിപ്പോ ചെറുതായിട്ടോ, വലിയ ഇലയാവും കേട്ടോ ഇത്. ഇപ്പൊ ഇത് ചെറുതായിട്ട് നിൽക്കുക. എനിക്കൊന്ന് ഇങ്ങനെ വല്ലാതെ ആയിട്ടാണ് തോന്നുന്നത്. ഒരു നല്ല കെയറിങ് ഒന്നും ഇല്ലാതെ പോയത് കൊണ്ടാണ് തോന്നുന്നത്, വല്ലാതെ ആയി. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മീൻ മേടിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരാളിനെ കാണിച്ചു തരാം. എൻ്റെ ഒരു സുന്ദര കുട്ടി ആയിട്ടുണ്ട്. വായോ, നമ്മൾ ഇവിടെ വന്നേ. അപ്പോൾ ഇത് നമ്മുടെ ചെറിയാണ്. ഒരെണ്ണേ കിട്ടിയുള്ളൂ, ഒരെണ്ണേ എനിക്ക് തന്നിട്ടുള്ളൂ. ഒരുപാട് ഇവിടെയൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അത് പൊഴിഞ്ഞു പോയിട്ടോ. അപ്പം ഇനി വരുമായിരിക്കും. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനൊരു ചെറി എനിക്ക് ഒരെണ്ണെങ്കിലും തന്നല്ലോ. എന്നാലും സുന്ദരമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് പഴുക്കട്ടെ, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൂ പിടിച്ച് നിൽക്കുന്നതും അതിൽ നിന്ന് കായായതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ കുറേ പൂക്കളുണ്ടായി, പക്ഷെ അതിനുള്ള കായൊന്നും തന്നില്ല. എന്നാലും ഒരെണ്ണം തന്നല്ലോ, ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് എങ്ങനെ തന്നത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ പതിയെ വളർന്നു വരട്ടെ, ഒരുപാട് ചെറി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിൽ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മേടിക്കാൻ പോവാം. ഇവിടെ അടുത്ത് 2-3 കടയുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. 2-3 കടയിലൊന്ന് കയറി അതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് കുറച്ച് മതി കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ വളർത്തുന്നില്ല, കുറച്ച് മതി. അപ്പോൾ അത് ഈ ഒരു ചെറിയ ബേസിൽ ഇടാൻ പറ്റിയ കുറച്ച് ചെറിയ ഫിഷ് ഗപ്പിനെയാണ്. അപ്പൊ ഇതിന് മുന്നേ ഗപ്പി തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു, കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബേസിലൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല, ചത്തുപോയത്. അപ്പൊ എന്തായാലും ഇതിൽ നമുക്ക് കുറച്ചെങ്കിലും മീനെ ഇടാം കേട്ടോ. അപ്പൊ വാങ്ങിക്കാൻ പോവാം. അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ തൊട്ടടുത്താട്ടോ. അപ്പോൾ ഇത് ഇവിടെ കിളിയുണ്ട്, ഫിഷ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കിളി ഇരിക്കുന്നത് ഇത് നമ്മുടെ അമേരിക്കൻ ലവ് ബേർഡ്സ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇരിക്കുന്നത്. സാധാ ലവ് ബേർഡ്സും ഉണ്ട് കേട്ടോ, പിന്നെ പ്രാവുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് വലുതായിട്ട് പറയാൻ അറിയത്തില്ല, കാരണം വലിയ പേരൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. എന്നാലും സീ ബേബി ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സീ ബേബി എല്ലാത്തിനെയും പോയി എന്താ പറയുക, ചിരിക്കുകയും കളിക്കുകയും തട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട്. പിന്നെ ദേ ഇവിടെ 2 പേരുണ്ട് കേട്ടോ. 2 പേര് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുകയാണ് സംഭവം. നമ്മുടെ എലീനെ പോലെ ഇരിക്കും, പക്ഷേ എലിയല്ലത്. എന്താ പേരെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എലിയല്ലത് എന്തായാലും. അപ്പോൾ ഇതേ നമ്മൾ ഫിഷ് ടാങ്ക് എന്താ കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള മീനുണ്ട്, കുഞ്ഞു മീനുണ്ട്, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള മീനുകളും ഉണ്ട് കേട്ടോ.
ഫിഷിൻ്റെ എല്ലാ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഫൈറ്റേഴ്സാണെന്നറിയാം, അത് അറിയാം. പിന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഗപ്പീനെയാണല്ലോ കൂടുതലും നമ്മുടെ സാഹചര്യത്തിൽ വളർത്താൻ പറ്റുന്ന അതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കാനാണ് വന്നത്. ഇതാണ് ഗപ്പി, ഇവിടെയുണ്ട്. അത് കുറച്ച് ടാങ്കിലുണ്ട് കേട്ടോ, കുറച്ച് കൂടുതൽ ടാങ്കിലുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത് ഇനി ബാക്കിയുള്ളതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ശരിക്കും. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു മീനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനാണത്. അതിൽ നിന്നാണ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ താഴത്തൊക്കെ മീനുണ്ട്. രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങനെ പതുങ്ങി ഇരിക്കുകയാണ് രണ്ടുപേര്. സീ ബേബിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാ ഫിഷിൻ്റെ അടുത്തും പോയിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ബലൂൺ മോളി, വൈറ്റ് കളറ്. ഇതെനിക്കിഷ്ടമായി. വൈറ്റും അതെ ബ്ലാക്കും അതെ, രണ്ടും മേടിക്കണമെന്ന് വിചാരിക്കുന്നത്. അതാണ് എടുക്കുന്നത്. ഇതിന്റെ മുകളിലെ ഹൈറ്റ് കണ്ടോ? അതിന്റെ അതുപോലെ തന്നെ മെയിലിലെ ഒരു ലൈൻ കണ്ടോ? അതോട്ട് അതുണ്ടോ ലൈൻ? ആ ഫീമെയിൽ ആ ലൈൻ ഉണ്ടോ നോക്കി നിങ്ങൾ ശരിക്കും നോക്കൂ. ഇത് സോട്ടയില്, ഇത് പാണ്ടാമോള്, ഇത് ബലൂൺ മോള്. 3 ഐറ്റം ആണത്. നമ്മുടെ തൽക്കാലത്തേക്ക് അവർ രണ്ടുപേരുള്ള പിന്നെ ഒരു സ്പേസ് ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ ഈ ഓറഞ്ച് ബേസിൽ ശരിക്കും പറഞ്ഞാൽ ഗപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് ഗപ്പി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വളർന്ന കുറച്ച് നാൾക്ക് മുന്നെയാണ് അത് ചത്തത്. അപ്പൊ അതിൽ നമ്മുടെ വാട്ടർ പോപ്പിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മീൻ ഇത്തിരി വലുതുമാണ്, ഗപ്പി മാത്രമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു ബേസിന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിലോട്ടാണ് നമ്മളിപ്പോ ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മള് വാട്ടർ പോപ്പി ഇതിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷിനെ ഇട്ട് കൊടുക്കാം. പൊക്കോളും എല്ലാരും ഇറങ്ങിയില്ലേ? എല്ലാരും കവറിൽ നിന്ന് ഇറങ്ങിയോ നോക്കിയേ. അപ്പൊ സുന്ദരിമാരും ഇറക്കിയിട്ടുണ്ട്. നമ്മള് ഫീമെയിലും മെയിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗപ്പി ഉണ്ട്, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഗപ്പിയാണ്. നമ്മൾ 2 മീനിന്റെ പേര് പറയാം. ഞാൻ മറന്നുപോയി, അപ്പൊ പറഞ്ഞതാണ്. പക്ഷെ ഏത് മീനാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഫിഷ് ഇട്ടു. ഇനി ഫിഷിന്റെ ഫുഡ് ഇട്ട് കൊടുക്കണം. അപ്പൊ എടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്താലാ? വരുന്നില്ലല്ലോ ആരും. വാ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോ. അപ്പൊ വാ പരിചയപ്പെടാൻ നമുക്ക്. അപ്പൊ നമുക്ക് ഫിഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഗപ്പി മേടിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മോളി ഫിഷസ് എന്ന് പറയും. അതായത് ഒന്ന് ബലൂൺ മോളി, വൈറ്റ് കളറിലെ ബലൂൺ മോളിയും. അത് നോക്കട്ടെ കേട്ടോ, മുകളിലോട്ട് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വൈറ്റ് കളറിലെ ബ്ലാക്ക് കളറും മേടിച്ചിട്ടുണ്ട്. അത് ബലൂൺ മോളിയും. പിന്നെ ഒരു ഓറഞ്ച് കളറിലുണ്ട് 2 പേര്. അപ്പൊ അവര് പാൻഡാ മോളി എന്ന് പറയും. അപ്പൊ ഇത് മോളി ഫിഷസ് ആണ് സംഭവം. ഇങ്ങനെ ബലൂൺ പോലെ ഇരിക്കും കേട്ടോ സംഭവം. അപ്പൊ അടിപൊളി ഫിഷസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഗപ്പി ആയിരുന്നു ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇന്ന് നമ്മൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും വലിയൊരു ബേസിൻ എടുക്കേണ്ട വന്നത്. ഇതെന്റെ തുണിയൊക്കെ എടുത്ത് വെക്കുന്ന ബേസിനായിരുന്നു കേട്ടോ. ഇതിലാണ് ഇപ്പൊ നമ്മുടെ ഫിഷസിനെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബലൂൺ മോളി. ഇത് നമ്മുടെ ഗപ്പി കേട്ടോ. ഗപ്പി കുട്ടികൾ. അപ്പൊ നമുക്ക് ഈ ബേസിൻ കൊണ്ടുപോയി അവിടെ വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ വെക്കാം എന്തായാലും. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ. നമ്മളെന്താ വാട്ടർ പോപ്പീനെ ഒന്ന് സുന്ദരിയാക്കി എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബേസിനൊക്കെ മാറ്റി നമ്മൾ പുതിയ ഫിഷസിനെയൊക്കെ വാങ്ങിച്ചു. എന്താ പറയുക, സീ ബേബിക്ക് ഭയങ്കര സന്തോഷം. സീ ബേബിക്കാണ് ഭയങ്കര സന്തോഷം ഫിഷിനെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പുതിയ വീഡിയോ വീണ്ടും കാണാം.